ഗൈസ്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നോട്ട് ചെയ്ത് വെച്ചോ. അതിന് മാറ്റാനും പറ്റത്തില്ല, മാറാനും പോകുന്നില്ല. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ലീക്ക്ഡ് പടം 500 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ തൂക്കാൻ പോവുകയാണ്. ആ തൂക്കിയിരിക്കും ജനനായകൻ ബൈ തളപതി വിജയ്. സോറി, തളപതി വിജയ് ഒന്നുമില്ല, അതൊക്കെ പോയി. ഇപ്പം തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ശ്രീ ജോസഫ് വിജയ് നടിക്കും ജനനായകൻ. അത് തൂക്കിയിരിക്കും. ആ ടൈറ്റിൽ കാർഡ് ഒന്ന് ഓർത്തു നോക്കിയാൽ ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചല്ലേ. അത് കാണാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കാം. വെർത്തായിരിക്കും, വെർത്ത് വർമ്മ, ഒരു സംശയമില്ല ഗൈസ്. ആ തൂക്ക് ജനനായകൻ റിലീസാകുമ്പോൾ തൂക്കിയിരിക്കും. നമുക്കറിയാവുന്നൊരു സംഭവമുണ്ട്, വിജയ് എന്ന് പറയുന്ന ആക്ടർ ക്രിട്ടിക്സ് പ്രൂഫാണ്, റിവ്യൂ ക്രിട്ടിക്സിൻ്റെ അഭിപ്രായങ്ങൾ ഇതൊന്നും പുള്ളിയുടെ പടത്തിനെ ബാധിക്കത്തില്ല. ചുമ്മാ വരുന്നു, ഇറങ്ങുന്നു, അടിക്കുന്നു, പോകുന്നു. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ലീക്ക്ഡ് പടമാണ്, ഇതൊരു റീമേക്ക് പടമാണെന്നുള്ള പരാമർശങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇത് ഒരുപാട് പേര് ഇപ്പോഴേ കണ്ടു കഴിഞ്ഞു. എന്നിട്ടും ഈ സിനിമ ഇപ്പോൾ റിലീസാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ചങ്കൂറ്റത്തോടുകൂടി പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺ മാൻ, ഇത് വിജയ് പടം, ഇതൊരു സൂര്യ പടമാണെങ്കിലോ ഇതൊരു അജിത്തിൻ്റെ പടമാണെങ്കിലോ ഒന്നും എനിക്ക് ഈ കോൺഫിഡൻസിൽ പറയാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു വിജയ് പടമായതുകൊണ്ട് ബോക്സ് ഓഫീസിൽ അൺപ്രഡിക്റ്റബിൾ തൂക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അയാളുടെ ലാസ്റ്റ് പടമാണ്, ഇനി അയാളെ സ്ക്രീനിൽ കാണാൻ പറ്റത്തില്ല. ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. ആ ഒരു ഇമോഷൻ ഉള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് 500 കോടിയും ഈ പടം തൂക്കിയിരിക്കും, വാരിയിരിക്കും. അതിന് റിവ്യൂ ഒന്നും ഒരു രീതിയിലും ബാധിക്കത്തില്ല. മിക്സഡ് ടു നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും വരാൻ പോകുന്നത്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ബാധിക്കത്തില്ല. പിന്നെ ഒരു ചെറിയ വിഷമമുള്ളത്, തമിഴ് സിനിമ ഇൻഡസ്ട്രിക്ക് 1000 കോടി എന്ന് പറയുന്ന നേട്ടം നേടിക്കൊടുക്കാൻ അണ്ണൻ ഇനി ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെയൊക്കെ എന്ന് പറയുന്നില്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലം വളരെ എന്താ പറയുക, നമുക്ക് അൺഫോർഗറ്റബിൾ മെമ്മറീസ് തിയേറ്ററിൽ സമ്മാനിച്ച ഒരു ആക്ടറിന് കൊടുക്കുന്ന ഫെയർവെൽ ജനനായകത്തിന് ഞങ്ങൾ കൊടുത്തിരിക്കും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല. ജൂലൈ 24 വേൾഡ് വൈഡ് റിലീസായി എത്താൻ പോകുന്ന ഈ സിനിമ എന്ത് റെസ്പോൺസ് ആണെങ്കിലും ഫസ്റ്റ് ഡേ തൂക്കിയിരിക്കും. 100 കോടി പ്രീ സെയിൽസ് ആയിട്ട് വരികയാണെങ്കിൽ അതൊരു അൺഡിഫീറ്റബിൾ ഫീറ്റായിട്ട് മാറും. ഇനി ഇന്ത്യൻ സിനിമയിൽ ഒരു ആക്ടറിനും അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഒരു ലീക്ക്ഡ് സിനിമയ്ക്കൊക്കെ ഒരുപാട് പേര് ഇപ്പോഴേ കണ്ടു നിൽക്കുന്ന ഒരു പടത്തിനൊക്കെ 100 കോടി പ്രീ സെയിൽസ് വരികയാണെങ്കിൽ ആ ഒരു കപ്പാസിറ്റി, ആ സാധനം പുള്ളി അത് അടിച്ച് തീർത്തിരിക്കും. ഇപ്പോഴും ഒരുപാട് ഹേറ്റേഴ്സ് വന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ സാധ്യതയുണ്ട്, നടക്കത്തില്ല, ലീക്ക്ഡ് പടം ഞങ്ങളെ കണ്ട് ഞങ്ങളാരും തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു ഇനി ഒരുപാട് പറഞ്ഞു. പക്ഷേ അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, എച്ച് വിനോദ് എന്ന് പറയുന്ന ജനനായകൻ്റെ ഡയറക്ടർ വിജയനെ കുറിച്ച് പറഞ്ഞ, അല്ലെങ്കിൽ ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞ ഡയലോഗ്, അയ്യാ ഇത് തളപതി പടം, അത്രയേ ഉള്ളൂ പാപ്പോ. പിന്നെ നമ്മുടെ ചാനൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കൊള്ളണം. ടച്ച് മൈ ലൈഫ്.